പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ ചിന്തിച്ചത് കിർച്ചോഫ്സ് ലോസ്, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഇലക്ട്രിക് സർക്യൂട്ടുകളെ അത് സോൾവ് ചെയ്യാൻ, അതായത് ഓരോ ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസോ കറണ്ടോ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങൾ ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്തത്. നമ്മൾ ഈ പ്രാവശ്യം ചിന്തിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. വെറും ഇൻസ്ട്രുമെന്റ്സ് അല്ല, ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിന്റെ ഒരു സെല്ലിന്റെ EMF കാണാൻ, അങ്ങനെയൊക്കെ കുറെ അധികം നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിലെ ഇതെല്ലാം കിർച്ചോഫ്സ് ലോയെ അല്ലെങ്കിൽ കിർച്ചോഫ്സ് ലോയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഒന്നാമത്തെ ഒരു ഉപകരണമാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ചാൾസ് വീറ്റ്സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. ഒരു അൺനോൺ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അത് മാത്രമല്ല, കുറെ അധികം യൂസസ് ഉണ്ട്. ഒരു റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിന് പകരം അൺനോൺ റെസിസ്റ്റൻസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്ററിനാണ് അൺനോൺ റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു റെസിസ്റ്ററിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഇക്വേഷനെ നമ്മൾ പറയുന്ന വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ആ വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ എന്താണ്, ഇതിന്റെ അറേഞ്ച്മെന്റ്, സർക്യൂട്ട് അറേഞ്ച്മെന്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിന്റെ സർക്യൂട്ട് അറേഞ്ച്മെന്റ്. സർക്യൂട്ടിനകത്ത് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഈ കാണിച്ചതുപോലെ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇത്. എങ്ങനെയാണ്? ഇതിനകത്ത് PQRS എന്ന് പറയുന്ന 4 റെസിസ്റ്റൻസുകൾ ഉണ്ട്. PQRS എന്ന് പറയുന്ന 4 റെസിസ്റ്റേഴ്സ്. ഈ 4 റെസിസ്റ്റേഴ്സിനെ നമ്മൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. The 4 resistors P, Q, R and S are connected as a closed loop. അപ്പോൾ ആ ലൂപ്പിനകത്ത് ABC എന്ന് പറയുന്ന ABCD എന്ന് പറയുന്ന ക്ലോസ്ഡ് ലൂപ്പ് ആണല്ലോ. എക്കും സിക്കും രണ്ട് ഓപ്പോസിറ്റ് ടെർമിനലുകളാണ് AC. ആ എക്കും സിക്കും അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സെല്ല്, സോഴ്സ് ഓഫ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ ബാറ്ററി ആം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ബിക്കും ഡിക്കും അക്രോസ് ആയിട്ട് നമ്മൾ ഒരു ഗാൽവനോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ചെറിയ ഒരു കറണ്ട് ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഗാൽവനോമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ G എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് ഒരു വട്ടമൊക്കെ അവിടെ വരച്ച് വെച്ചത്. ഇതിന് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിന്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ആ റെസിസ്റ്റൻസ് ആണ് ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇത് ഇന്റേണൽ ആണ്, ഇത് എക്സ്റ്റേണൽ ആയിട്ട് പിടിപ്പിച്ചിരിക്കുന്നതല്ല. അപ്പൊ ഇന്റേണൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഒരു ബോക്സിനകത്ത് പ്ലേസ് ചെയ്യുകയാണ്. ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ RG ആണെന്ന് ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്ലോസ്ഡ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുന്നത്? അപ്പൊ ആദ്യം ഞാൻ സർക്യൂട്ട് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സർക്യൂട്ട് അറേഞ്ച്മെന്റ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. അതായത് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് കൺസിസ്റ്റ് ഓഫ്, ഇതിനകത്ത് 4 റെസിസ്റ്റേഴ്സ് P, Q, R and S അതെന്ത് ചെയ്തിരിക്കുന്നു? ആർ കണക്റ്റഡ് ആസ് എ ക്ലോസ്ഡ് ലൂപ്പ് ABCD എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അക്രോസ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് ടെർമിനൽസ് ആയ ഒരു പെയർ ഓപ്പോസിറ്റ് ടെർമിനൽ എക്കും സിക്കും അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? എ സോഴ്സ് ഓഫ് സപ്ലൈ E is connected അല്ലെങ്കിൽ സെൽ is connected. Then across another opposite, diagonally opposite terminals, രണ്ട് അടുത്ത ഡയഗണൽ ഓപ്പോസിറ്റ് ടെർമിനൽസ് ആയ ബിക്കും ഡിക്കും അക്രോസ് ആയിട്ട് നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗാൽവനോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? കറണ്ട് അതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പം അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു RG എന്ന് നമ്മൾ പറയുന്നത്. നോക്കുക, സർക്യൂട്ട് ഡിസ്ക്രിപ്ഷൻ ഇതാണ്. A വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് കൺസിസ്റ്റ് ഓഫ് 4 റെസിസ്റ്റൻസസ് P, Q, R and S connected as a closed loop ABCD. Across one pair diagonally opposite terminals, a source of supply is connected. ഒരു pair opposite ടെർമിനൽസിനിടയ്ക്ക് സോഴ്സ് ഓഫ് സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്നു. And is called battery arm. അതിനെ നമ്മൾ പറയുന്നത് ബാറ്ററി ആം എന്നാണ്. ബാറ്ററി ആം. Across another pair, മറ്റേ പെയറിനിടയ്ക്ക് എന്ത് ചെയ്തിരിക്കുന്നു? A galvanometer is connected and is called galvanometer arm. അതിനെ galvanometer arm എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ.
നമുക്ക് പീറ്റർസൺസ് ബ്രിഡ്ജിന്റെ 4 റെസിസ്റ്റേഴ്സ് അതിന്റെ സോഴ്സ് ഓഫ് EMF ഒക്കെ കിട്ടിയിട്ടുണ്ട്, സോഴ്സ് ഓഫ് സപ്ലൈ. അപ്പോൾ നമുക്കറിയാം കിർഷോഫ്സ് ലോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കറണ്ട് ഡയറക്ഷൻ, നമുക്കിവിടെ ലൂപ്പിന്റെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്, കറണ്ട് ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് മെയിൻ കറണ്ട് I എന്ന് പറയുന്ന മെയിൻ കറണ്ട് ഒഴുകും. അതൊഴുകി ജംഗ്ഷനിൽ വന്ന് A എന്ന് പറയുന്ന ജംഗ്ഷനിൽ വരും. അപ്പോൾ 2 ഡയറക്ഷൻസ് ഉണ്ട്, ഒന്ന് I1 ആണ്, 2 I2 ആണ്. അപ്പോൾ അതിലേക്ക് ഈ ബ്രാഞ്ചിൽ കൂടെ I1 എന്ന് പറയുന്ന കറണ്ട്, ഈ ബ്രാഞ്ചിൽ കൂടെ I2 എന്ന് പറയുന്ന കറണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം I2 എന്ന് പറയുന്നത് I-I1 ആണ്. 5 ആമ്പിയർ കറണ്ട് ഇതിലേക്ക് ഒഴുകി വരികയാണെങ്കിൽ 2 ആമ്പിയർ അതിൽ കൂടെ പോകുന്നെങ്കിൽ ബാക്കി 3 ആമ്പിയർ ആയിരിക്കും ഇതിലേക്ക് കൂടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് I2 എന്ന് പറയുന്നത് I-I1 ആണ്. ഓക്കെ, നമുക്ക് I1 ഫോളോ ചെയ്ത് നോക്കാം. I1 എന്ന് പറയുന്ന കറണ്ട് ഈ റെസിസ്റ്ററിൽ കൂടെ കറണ്ട് കടന്നു പോയിട്ട് B എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. B എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ അവിടെയും ഒഴുകാൻ 2 കൈവഴികളുണ്ട്. ഒന്ന് BC എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചും ഉണ്ട്, BD എന്ന് പറയുന്ന ബ്രാഞ്ചും ഉണ്ട്. BD എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അതിലേക്കൂടെ ഒഴുകുന്ന കറണ്ടിനെ IG, ഗാൽവനോമീറ്റർ കറണ്ട് IG ആണ് നമുക്ക് പറയാം. IG ഈസ് ദ ഗാൽവനോമീറ്റർ കറണ്ട്. IG എന്ന് പറയുന്ന കറണ്ട് ഇതിലേക്ക് ഒഴുകിയതിനു ശേഷം I3 എന്ന് പറയുന്ന കറണ്ട് ഇതിലേക്ക് ഒഴുകുന്നു. നമ്മളിവിടെ I1 ഉം I2 ഉം യൂസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള കറണ്ട് I3. അപ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ I1 എന്ന് പറയുന്ന കറണ്ട് ഒഴുകി വന്നിട്ട് I1-ൽ നിന്ന് IG പോയതിനു ശേഷം ബാക്കിയുള്ള കറണ്ടാണ് I3. അതുകൊണ്ട് I3 I1 മൈനസ് IG ആണെന്നും കൂടെ എടുത്തു പറയേണ്ടതാണ്. I1 മൈനസ് IG. I1 എന്ന് പറയുന്ന കറണ്ട് ഒഴുകി ജംഗ്ഷനിലെത്തി, IG എന്ന് പറയുന്ന കറണ്ട് ഒരു പർട്ടിക്കുലർ കറണ്ട് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന കറണ്ട് ഇതിലേക്കൂടെ ഒഴുകും. അപ്പോൾ ഇതിന്റെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് വളരെ ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗാൽവനോമീറ്റർ. അതുകൊണ്ട് അതിനകത്തോട് പോകുന്ന കറണ്ട് വളരെ ചെറിയൊരു കറണ്ട് ആയിരിക്കും. IG എന്ന് പറയുന്ന കറണ്ട് വളരെ ചെറിയൊരു. ഓക്കെ, ഈ I3 എന്ന് പറയുന്ന കറണ്ട് ഇതിലേക്കൂടെ ഒഴുകി വരുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഈ IG എന്ന് പറയുന്ന കറണ്ട് ഇതിലേക്കൂടെ ഒഴുകി വന്ന് ഈ D എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ ഇതിലേക്കൂടെ I2 എന്ന് പറയുന്ന കറണ്ടൂടെ ഒഴുകി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 കറണ്ടുകളും ഒരേ ഡയറക്ഷനിൽ ഒഴുകുന്നുണ്ട്. അവർ രണ്ടുകൂടെ മിക്സ് ആയിട്ട് I4 എന്ന് പറയുന്ന മറ്റൊരു കറണ്ട് ഇതിലേക്ക് ഒഴുകുന്നു. അപ്പോൾ I4 എന്ന് പറയുന്ന കറണ്ട് എത്ര ആയിരിക്കും? I4 I2 പ്ലസ് IG ആണല്ലോ. I4 എന്ന് പറയുന്ന കറണ്ട് I2 പ്ലസ് IG ആണ്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങളൊന്ന് മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഒന്നുകൂടെ ഞാൻ ഈ സർക്യൂട്ടിനകത്ത് കറണ്ടിന്റെ ആ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നു, ശ്രദ്ധിക്കുക. നമ്മുടെ സപ്ലൈ ടെർമിനലിൽ നിന്ന് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് സപ്ലൈയിൽ നിന്ന് കറണ്ട്, മെയിൻ കറണ്ട് പാസ് ചെയ്യുന്നു. A എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തുന്നു. A എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തിയിട്ട് കറണ്ട് സ്പ്ലിറ്റ് ആയി I1 എന്ന് പറയുന്ന കറണ്ട് അതിലേക്കൂടെ I2 എന്ന് പറയുന്ന കറണ്ട് AD എന്ന് പറയുന്ന ബ്രാഞ്ചിലേക്ക് കൊടുക്കും. അപ്പോൾ തന്നെ I2 എന്ന് പറയുന്നത് I-I1 ആണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. I1 എന്ന് പറയുന്ന കറണ്ട് ഒഴുകി B എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ അവിടെയും 2 ബ്രാഞ്ച് ഒഴുകാനുണ്ട്. അപ്പോൾ ഒരു ബ്രാഞ്ചിൽ കൂടെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? IG എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്നതായിട്ട് സങ്കല്പിക്കുന്നു. എന്നിട്ട് I3 എന്ന് പറയുന്ന കറണ്ട് അതിലേക്ക് ഒഴുകും, അത് അവിടെ നിൽക്കുന്നു. നമ്മൾ ഇവിടുത്തെ ഒന്ന് ചെക്ക് ചെയ്താൽ I2 എന്ന് പറയുന്ന കറണ്ട് ഇതിലേക്ക് ഒഴുകി വരുന്നു, IG എന്ന് പറയുന്ന കറണ്ട് ഇതിലേക്ക് ഒഴുകി വന്നിട്ട് D എന്ന് പറയുന്ന ജംഗ്ഷനിൽ രണ്ടും അത് രണ്ടും കൂടെ സമ്മേളിക്കുന്നു, ജോയിൻ ചെയ്യും. എന്നിട്ട് ഈ 2 കറണ്ട് കൂടെ യുണൈറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് I4 എന്ന് പറയുന്ന കറണ്ട് ഇതിലേക്ക് കൂടെ ഒഴുകും. അപ്പൊ I4 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? I2 പ്ലസ് IG ആയിരിക്കും. I2 പ്ലസ് IG ആയിരിക്കും. ഇനി ഈ കറണ്ടും കൂടെ ഒഴുകി വന്ന് ഒരുമിച്ച് ചേർന്നിട്ട് I എന്ന് പറയുന്ന മെയിൻ കറണ്ട് ഇതിലേക്ക് ഒഴുകും. അപ്പൊ ഈ I3 I4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ I കിട്ടുമോ? I3 എന്ന് പറയുന്ന കറണ്ട് ഒന്ന് നോക്കി, I3 പ്ലസ് I4 എന്ന് പറയുന്നത് I തന്നെയാണോ? I3 എന്ന് പറയുന്നത് I1 മൈനസ് IG പ്ലസ് അടുത്തത് I4 എന്ന് പറയുന്നത് I2 പ്ലസ് IG ആണ്. I2 പ്ലസ് IG. അപ്പോൾ പ്ലസ് IG മൈനസ് IG ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? I1 പ്ലസ് I2 ആണ്. ഓക്കെ, I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേ I1 ഉം I2 ആയിട്ട് പോയത്. അതുകൊണ്ട് I1 പ്ലസ് I2 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? I ആയിരിക്കും. അപ്പം I1 പ്ലസ് I2 = I ആണ് ആണല്ലോ. അപ്പോൾ I എന്ന് പറയുന്ന കറണ്ട് ഇതിലേക്ക് കൂടെ ഒഴുകും. ഇനി നമുക്ക് ഓരോ ലൂപ്പിലും നമ്മൾ കിർഷോഫ്സ് ലോ അപ്ലൈ ചെയ്യാൻ പോകണം. നമുക്കറിയാം പ്രൊഡക്റ്റ് ഓഫ് ദ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതിന്റെ സം.
അപ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് നോക്കുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ കറണ്ട് ഒഴുകുവാണെങ്കിൽ അത് പോസിറ്റീവും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ് നെഗറ്റീവ്. അല്ല, ക്ലോക്ക് വൈസിൽ നിങ്ങൾ പോസിറ്റീവ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനോ ആയിട്ട് എടുക്കുക. ക്ലോക്ക് വൈസിലെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിലെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് സങ്കല്പിക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ലൂപ്പ് ക്രിർച്ചോഫ്സ് ലോയ്ക്കകത്ത് 2 ലൂപ്പുകൾ നമ്മളിവിടെ സോൾവ് ചെയ്യാൻ എടുക്കുന്നുള്ളൂ. നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. 2 ലൂപ്പുകൾ, ഒന്ന് എ ബി ഡി എ എന്ന് പറയുന്ന ഒരു ലൂപ്പും അതുപോലെ തന്നെ ബി സി ഡി ബി എന്ന് പറയുന്ന മറ്റൊരു ലൂപ്പുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലൂപ്പ് എ ബി ഡി എക്കകത്ത് എയിൽ നിന്ന് ബിയിലേക്ക്, അപ്പോൾ കറണ്ട് ഒഴുകുന്ന സെയിം ഡയറക്ഷൻ, നമ്മൾ നോക്കുന്ന സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് അവിടുത്തെ കറണ്ട് I1P പോസിറ്റീവ്, I1P. അടുത്തത് ബിയിൽ നിന്ന് ഡിയിലേക്ക്, എ ബി ഡി, ബി എ ആണല്ലോ, അപ്പൊ ബിയിൽ നിന്ന് ഡിയിലേക്ക് നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് ബിയിൽ നിന്ന് ഡിയിലേക്ക്, ബി ഡി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. അവിടുത്തെ പ്രോഡക്റ്റ് ഓഫ് ദ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് IG × RG, അപ്പോൾ പ്ലസ് IG/RG. അടുത്തത് ഡിയിൽ നിന്ന് എയിലേക്ക്, ഡിയിൽ നിന്ന് എയിലേക്ക് ഒഴുകുമ്പോൾ കറണ്ട് എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഡിയിൽ നിന്ന് എയിലേക്ക് നമ്മൾ നോക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ്, എന്നാൽ കറണ്ട് ഒഴുകുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -I2 × S, പ്രോഡക്റ്റ് ഓഫ് ദ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് S ആണ്. അവിടെ EMF-ന്റെ സോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, EMF സോഴ്സ് ഈ വിങ്ങിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ 0 എന്ന് നമ്മൾ കിട്ടും. അടുത്തത് BCDB എന്ന് പറയുന്ന ലൂപ്പിനകത്ത് സെയിം ഇതേപോലെ തന്നെ BCDB നമ്മൾ നോക്കുന്നത് ബിയിൽ നിന്ന് സിയിലേക്ക് നോക്കുന്നു, സെയിം ഡയറക്ഷൻ കറണ്ട് ഒഴുകുന്നു. അപ്പൊ അതുകൊണ്ട് I3 × Q. സിയിൽ നിന്ന് ഡിയിലേക്ക് നോക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നത്, പക്ഷെ കറണ്ട് ഒഴുകുന്നത് മുകളിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് -I4 × R ആണ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് R എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡിയിൽ നിന്ന് ബിയിലേക്ക് നോക്കുമ്പോൾ എഗെയിൻ കറണ്ട് നമ്മൾ മുകളിൽ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുന്നു, പക്ഷെ കറണ്ട് ഒഴുകുന്നത് താഴോട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ സോൾവ് ചെയ്യുമ്പോൾ I3Q -I4S -IG/RG = 0. അവിടെ എന്താണ് EMF-ന്റെ സോഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ 0 എന്ന് എടുക്കുന്നു. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത്, അപ്പൊ ഇത് ആദ്യം ലൂപ്പൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു, ബാറ്ററിയൊക്കെ കണക്ട് ചെയ്തു, നമ്മൾ ലൂപ്പിന്റെ ഇക്വേഷൻസ് എഴുതി, നമ്മൾ വർക്കിംഗ് ആണ് നോക്കുന്നത്. ലൂപ്പിന്റെ ഇക്വേഷൻസ് 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി, 2 ലൂപ്പുകൾ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത്, അത് നമ്മൾ ചെയ്യുന്ന ഇതാണ്, PQRS എന്ന് പറയുന്ന 4 ആമിൽ കിടക്കുന്ന 4 ബ്രാഞ്ചുകളിൽ കിടക്കുന്ന റെസിസ്റ്റൻസിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ ഈ ഇതിനകത്തൂടെ കടന്നു പോകുന്ന ഗാൽവനോമീറ്റർ കറണ്ട് 0 ആണ്. അതായത് ഈ 4 റെസിസ്റ്റൻസിലെ ഏതെങ്കിലും ഒരു വാല്യൂ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ, അപ്പോൾ വാല്യൂ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അത് മനസ്സിലാവും കറണ്ട് കൂടുകയാണോ കുറയുകയാണോ. ഉദാഹരണം, ഇതൊരു 50 ഓം ആയിരുന്നിരിക്കട്ടെ, ഈ 50 ഓം റെസിസ്റ്റൻസിനെ ഞാൻ 100 ഓം ആക്കുമ്പോൾ ഇതിനകത്തെ കറണ്ട് വാല്യൂ കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എത്രത്തോളം കുറഞ്ഞു എന്ന് നോക്കുന്നു, അതിനനുസരിച്ച് കുറച്ചുകൂടെ വാല്യൂ കൂട്ടിയിടുന്നു. അപ്പോൾ അത്ര 150 ഓം ആക്കിയെന്ന് വെച്ചു, അപ്പോൾ കറക്റ്റ് എന്ത് ചെയ്യുന്നു 0-ൽ വന്ന് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് വാല്യൂ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് കറണ്ട് കൂടുന്നതോ കുറയുന്നതോ ഗാൽവനോമീറ്ററിൽ അറിയാൻ പറ്റും. അതിനനുസരിച്ച് ആ ഗാൽവനോമീറ്റർ കറണ്ടിനെ 0-യിലേക്ക് നമുക്ക് കൊണ്ടുവരും. ഗാൽവനോമീറ്റർ കറണ്ട് 0 എന്ന് പറയുമ്പോൾ IG = 0 ആണല്ലോ, അല്ലേ? IG എന്ന് പറയുന്ന കറണ്ട് അത് 0 ആയി, ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയി. അപ്പോൾ നോക്കി, അടുത്ത നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ്, ബൈ അഡ്ജസ്റ്റിംഗ് ദ വാല്യൂ ഓഫ് എനി ഓഫ് ദ റെസിസ്റ്റൻസ് PQR or S, PQR അല്ലെങ്കിൽ എസിന്റെ ഏതെങ്കിലും ഒരു വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറണ്ട് ഇൻ ഗാൽവനോമീറ്റർ ഈസ് മെയ്ഡ് 0. ഗാൽവനോമീറ്ററിലെ കറണ്ട് നമ്മൾ എന്താക്കുന്നു 0 ആക്കി എടുക്കുന്നു. അങ്ങനെ ഗാൽവനോമീറ്റർ കറണ്ട് 0 ആകുമ്പോൾ, IG = 0 ആകുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? I1P + IG/RG -I2S = 0. IG 0 ആണെങ്കിൽ IG/RG എന്ത് തന്നെ ആയിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു? The equation 1 changes to I1P -I2S = 0. It implies that ഈ -I2S നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ I1P = I2S എന്ന് നമുക്ക് കിട്ടുന്നു. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ നേരത്തെ എഴുതിയതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ ഞാൻ I4S എന്നാണ് എഴുതിയത്. ആക്ച്വലി അങ്ങനെയല്ല, I4R ആണ്, I4 × R ആണ്. അപ്പോൾ I3Q -I4R -IG/RG എന്ന് പറയുന്ന ടൈം എന്തായിപ്പോൾ അതും IG 0 ആയതുകൊണ്ട് ഇത് 0 ആയിപ്പോൾ.
അങ്ങനെയാണെങ്കിൽ I3Q minus I4R is equal to 0, which implies that എന്താണ് മൈനസ് I4R അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ I3Q is equal to I4R എന്ന് നമുക്ക് കിട്ടും. അതായത് നമുക്കിപ്പോ രണ്ട് ഇക്വേഷൻസ്, 3-4 ഇക്വേഷൻസ് ഇങ്ങനെ കിടക്കുന്ന I1P is equal to I2S, I3Q is equal to I4R. അതായത് ഇപ്പോൾ ഗാൽവനോമീറ്റർ കറണ്ട് എന്താണ് 0 ആയിട്ട്, ഗാൽവനോമീറ്റർ കറണ്ട് 0 ആണ്. ഗാൽവനോമീറ്റർ കറണ്ട് 0 ആകുന്ന കണ്ടീഷനിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, രണ്ട് ഇവിടെ I1 എന്ന് പറയുന്നതും I3 എന്ന് പറയുന്നതും ഈക്വൽ ആയിട്ട് മാറും. അതെങ്ങനെയാണ് നോക്കിയേ, I1 ഒഴുകി ഇതിലേക്ക് കൂടെ വരുമ്പോൾ IG എന്ന് പറയുന്ന ഒരു കറണ്ട് ഇതിലേക്ക് കൂടെ പോകുമ്പോഴാണ് അത് I1 മൈനസ് IG ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് I3 is equal to I1 മൈനസ് IG. പക്ഷെ ഇവിടെ IG എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് I3 is equal to എത്ര ആയിരിക്കും? I1 ആയിരിക്കും. അപ്പോ ബാലൻസ്ഡ് കണ്ടീഷനിൽ ദാറ്റ് ഈസ് IG is equal to 0 ആയിരിക്കും. അണ്ടർ ബാലൻസ്ഡ് കണ്ടീഷൻ IG 0 ആകുമ്പോൾ എന്തായിരിക്കും? I1 is equal to I3 ആകും. എന്താണ്? അതുപോലെ തന്നെ I2 എന്ന് പറയുന്നത് I4 ആയിരിക്കും. അതെങ്ങനെയാണ്? I4 എന്ന് പറയുന്നത് നോക്കിക്കേ, I2 പ്ലസ് IG ആണ്. പക്ഷെ IG 0 ആകുന്നതുകൊണ്ട് I4 is equal to I2 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷൻസ്, അതായത് 3-4 ഇക്വേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യും. 3-4 ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ LHS കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ I1P by I3Q is equal to I2S divided by I4 ആണ്. LHS നമ്മൾ ഡിവൈഡ് ചെയ്തു, RHS ഡിവൈഡ് ചെയ്തു. പക്ഷേ IG is equal to 0 ആകുമ്പോൾ I1 is equal to I3 ആണ്, അതുപോലെ തന്നെ I2 is equal to I4 ആണ്. അപ്പോൾ IG is equal to 0 ആവുന്ന കണ്ടീഷൻ നിങ്ങൾ ഓർക്കുക, എന്താണ്? അണ്ടർ ബാലൻസ്ഡ് കണ്ടീഷൻ. അപ്പോൾ ഒന്ന് എഴുതിയേക്കണം, ദാറ്റ് ഈസ് അണ്ടർ ബാലൻസ്ഡ് കണ്ടീഷൻ. അണ്ടർ ബാലൻസ്ഡ് കണ്ടീഷൻ, ബാലൻസ്ഡ് കണ്ടീഷൻ എന്നാണ് നമ്മളതിനെ പറയുന്നത്. ബാലൻസ്ഡ് കണ്ടീഷൻ I1 is equal to I3 ആയിരിക്കും, I2 is equal to I4 ആയിരിക്കും. അതുകൊണ്ട് I1 ഉം I3 കൂടെ ക്യാൻസൽ ആയിപ്പോകും, കാരണം സെയിം ക്വാണ്ടിറ്റി, സെയിം എമൗണ്ട്. I2 I4 ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് കിട്ടുന്നത് P/Q is equal to S/R. P/Q is equal to S/R. ഇത് എസും ആറും അപ്പുറത്തെ തിരിഞ്ഞ് നടക്കുന്നുകൊണ്ടാണ് ഇവിടെ ആറും അവിടെ എസും ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പമായിരിക്കും. P/Q is equal to R/S എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇത് ഞാനൊരു ഓർഡർ അനുസരിച്ച് നമ്മൾ PQRS എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ P/Q is equal to S/R. ഈ അല്ലെങ്കിൽ ഈ വാല്യൂസ് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് P/Q is equal to R/S എന്ന് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ P/Q is equal to S/R എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് വിങ്ങിലുള്ള റെസിസ്റ്റൻസ് ഇതേ ഡിവൈഡഡ് ബൈ അത് ഈക്വൽ ടു ഇവിടുത്തെ ഡിവൈഡഡ് ബൈ അവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബാലൻസ്ഡ് കണ്ടീഷനിൽ ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ രണ്ട് ആംസ് തമ്മിലുള്ള റെസിസ്റ്റൻസുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഈ പ്രിൻസിപ്പിളാണ് വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. അതായത് അണ്ടർ ബാലൻസ്ഡ് കണ്ടീഷൻ the ratio of the resistances of the two arms of a Wheatstone's bridge, രണ്ട് ആമുകളുടെ ഇടയിലുള്ള അല്ലെങ്കിൽ രണ്ട് ബ്രാഞ്ചുകളുടെ റെസിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്, P/Q is equal to എത്രയാണ്? S divided by R. P/Q is equal to S/R. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ എസ് എന്ന് പറയുന്നത് അൺനോൺ വാല്യൂ ആണെന്ന് വെച്ചു. അൺനോൺ വാല്യൂ ആണെങ്കിൽ S is equal to നമുക്ക് എന്ത് എഴുതാം? S is equal to P/Q into R എന്ന് എഴുതാം. P/Q into R എന്ന് അപ്പുറത്തെ പൊളിച്ചാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അൺനോൺ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എന്ത് വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷൻ. അൺനോൺ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. അതിൻ്റെ സർക്യൂട്ട് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ അതിൻ്റെ വർക്കിംഗ്, വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ എന്താണ്, അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു അൺനോൺ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, താങ്ക് യു.